അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ അല്ലാഹുവിനെ മറന്നു, അപ്പോൾ അല്ലാഹു അവരെയും മറന്നു. അവർ അല്ലാഹുവിനെ മറന്നപ്പോൾ അല്ലാഹു അവരെയും മറന്നു. റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. ഒരു ബിസ്മില്ലാ എന്ന് പറയുന്നത് പോലും അല്ലാഹുവിന്റെ ഒരു വലിയ തൗഫീഖാണ്. അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്നത് പോലും അല്ലാഹുവിന്റെ വലിയ തൗഫീഖാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒരിക്കലും ഒരടിമക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിന് പൂർണ്ണമായും തിരിച്ച് നന്ദി കാണിക്കാൻ കഴിയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, അതിനുള്ള ഒരു ഉദാഹരണമാണ്, ഒരാൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് നൽകി, ശരി, എങ്കിൽ അടിമയിൽ നിന്ന് തിരിച്ചുണ്ടാവുന്നത് എന്താണ്? അൽഹംദുലില്ലാ. പക്ഷേ ആ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹുവിൽ നിന്നാണ്. അതിന് പകരം കൊടുക്കാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. നമുക്ക് അല്ലാഹു ഭക്ഷണം തന്നു, അപ്പോൾ നാം അൽഹംദുലില്ലാ എന്ന് പറയുന്നു. പക്ഷേ ഈ അൽഹംദുലില്ലാ എന്ന് പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് പറയാൻ സാധിച്ചത് റബ്ബിന്റെ നിഅമത്താണ്. അതിന് പിന്നെ നമ്മൾ എങ്ങനെ അല്ലാഹുവിനോട് നന്ദി കാണിക്കും? സൃഷ്ടികൾക്കത് സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുവേ, നിന്റെ സനാഅകൾ എനിക്ക് കഴിയില്ല, അത് പൂർത്തീകരിക്കാൻ കഴിയില്ല, മനുഷ്യർക്കത് സാധ്യമല്ല. അവരല്ലാഹുവിനെ മറന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറന്നു. അൽ ഹശ്റിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തകൂനു, നിങ്ങൾ ഒരിക്കലും ആവരുത്. ആരെപ്പോലെ ആവരുത്? അല്ലാഹുവിനെ മറന്നുപോയവരെ പോലെ. അപ്പോൾ എന്താ സംഭവിക്കുക? അവരെ അല്ലാഹു അവർക്ക് തന്നെ മറപ്പിച്ച് കളയുന്നതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉത്തരവാദിത്തം മറക്കും. ഒരു മനുഷ്യന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ദുനിയാവിൽ ചെയ്യാനുള്ളതും നാളെ പരലോകത്തേക്കുള്ളതുമായ ഒരുപാട് അമാനാത്തുകളിൽ വീഴ്ച വരുന്നത് ദിക്റുകൾ കുറയുമ്പോഴാണ്. കാരണം ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത ലക്ഷ്യം മറന്നു പോകുന്നത് തനിക്ക് ജീവിതം നൽകിയ അള്ളാഹുവിനെ അയാൾ മറക്കുമ്പോഴാണ്. അള്ളാഹുവേ, എൻ്റെ കാര്യം കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നമുക്ക് റബ്ബിൻ്റെ അനുഗ്രഹം വേണ്ട എന്ന് പറയുക സാധ്യമല്ല. അത്രമാത്രം ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ആവശ്യമുള്ളവരാണ് നാം.